Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം തിരുവചനം. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ആമേൻ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ ദൈവം ഇതാ ഒരുക്കിയ ഒരു അത്ഭുത ശുശ്രൂഷയിൽ നമ്മൾ പങ്കുപറ്റുകയാണ്. ഈ കിങ്ഡം ഓഫ് ഗോഡ് എന്ന വലിയ ദൈവവചന ശുശ്രൂഷയുടെ വലിയ പ്രത്യേകത അതാണ്. നമ്മളായിരിക്കുന്നിടങ്ങളിൽ അത്ഭുതകരമായ ദൈവശക്തി നമ്മൾ അനുഭവിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്കൊരു നിമിഷം ഓർക്കാം. കരങ്ങളൊന്ന് കൂപ്പിക്കേ, കണ്ണടച്ചേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ, കർത്താവേ, ഇന്ന നിയോഗത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ വിഷയത്തിൽ അങ്ങ് അത്ഭുതകരമായിട്ട് ഇടപെടണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിപ്പോൾ പങ്കെടുക്കുന്നത് ഈ ലോകത്തിൻ്റെ ഏതു ദേശത്തു നിന്നാണെങ്കിലും വിശ്വസിക്കുക, എൻ്റെ ദൈവം ഈ ശുശ്രൂഷ സമയത്ത് എന്നിൽ പ്രവർത്തിക്കുന്നു, അത്ഭുതകരമായി എന്നിൽ പ്രവർത്തിക്കുന്നു. കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ചെയ്യുന്നു. വിശ്വസിക്കുന്ന ഓരോരുത്തരും 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മളൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ അത്ഭുത ശക്തി ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തികളുടെയും മേലും വെളിപ്പെടാൻ വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നല്ല സ്വരമുയർത്തിയൊക്കെ ഒന്ന് ഈശോയെന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ നന്നായിട്ടൊന്ന് സ്തുതിച്ച് കർത്താവിന്റെ ശക്തി നിൽക്കുന്ന സ്ഥലത്ത് വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓ ദൈവമേ, ഈ ശുശ്രൂഷ സമയം അഭിഷേകത്തിന്റെ കൃപയ്ക്കുമേൽ കൃപ കർത്താവ് വെളിപ്പെടട്ടെ. അത്ഭുത രോഗശാന്തികൾ സംഭവിക്കട്ടെ, അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ, പൈശാചിക പീഡകൾ കർത്താവെ കെട്ടഴിയട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ. യെസ്, കൈയടിച്ച് പാടിക്കേ. ആമേൻ. സന്തോഷത്തോടെ. തീമഴ പോലെ പെയ്തിറങ്ങൂ പാവന റൂഹായേ. ആമേൻ. സ്നേഹമായി നിറഞ്ഞൊഴുകൂ പരിശുദ്ധാത്മാവേ. ഒന്ന് പാടിക്കേ. തീമഴ പോലെ പെയ്തിറങ്ങൂ പരിശുദ്ധാത്മാവേ. പാവന റൂഹായേ. ആമേൻ, ആമേൻ. സ്നേഹമായി നിറഞ്ഞൊഴുകൂ പരിശുദ്ധാത്മാവേ. ആമേൻ. കൃപയായി തെളിയൂദാസരിൽ നീ നിത്യസഹായകനേ. കൃപയായി തെളിയൂ ദാസരിൽ നീ എന്നാത്മനാഥനേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് റൂഹായേ നിറയണമേ, ആത്മാവിൽ പടരണമേ, അഭിഷേകത്തിൻ നിറവേകണമേ ആത്മനാഥനേ. റൂഹായേ നിറയണമേ, ആത്മാവിൽ പടരണമേ, അഭിഷേകം വെളിപ്പെടട്ടെ. അഭിഷേകത്തിൻ നിറവേകണമേ ആത്മനാഥനേ. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ, നിറയണമേ, ഈ ശുശ്രൂഷ സമയം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പുതിയ ശക്തിയായിട്ട് വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. എല്ലാ രോഗങ്ങളും പീഡകളും എടുത്ത് കർത്താവ് മാറ്റട്ടെ. ദുഃഖം കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഓർത്തോർത്തുള്ള ദുഃഖത്തെ, ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വഭാവത്തെ, നിരാശയെ കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് തൊട്ട് സുഖപ്പെടുത്തണമേ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിന് നമ്മളെ അത്രമേൽ സ്നേഹമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ശുശ്രൂഷയിൽ ഒന്ന് ചേർന്ന് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് നമ്മൾ ലൂക്കാ സുവിശേഷം, പ്രത്യേകിച്ച് യേശുവിൻ്റെ മരുഭൂമി ജീവിത അനുഭവം, ഈശോ നേടിയെടുത്ത ചില കാര്യങ്ങൾ നമ്മൾ നേടിയെടുത്ത് പ്രാർത്ഥിക്കണം. 2 വചനഭാഗങ്ങൾ ഇന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് പരിശുദ്ധാത്മാവ് ഓർമ്മയിൽ കൊണ്ടുവരുവാണ്. അത് ലൂക്കാ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനമാണ്. ഈ നാളുകളിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വചനഭാഗം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് വായിച്ചേ. 4-ാം അധ്യായം 1-ാം വചനം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഇതാണ് വചനം.
നമുക്കറിയാം. ഇതിലെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതായത് ഈശോ ജോർദാനിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഇതാ മരുഭൂമിയിലേക്ക് കടന്നു വരുവാണ്. ഇനി ഈ മരുഭൂമി അനുഭവത്തിന് ശേഷം പുറത്തു വന്ന ഈശോ, അവിടെ ഒരു വചനം എഴുതിയിട്ടുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം 14-ാം തിരുവചനം, സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 4 വേഴ്സ് 14. ആ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലേക്ക് എങ്ങും വ്യാപിച്ചു. ഈ വചനം ശ്രദ്ധിച്ചോ? ആദ്യം പറഞ്ഞത് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് പോയി. അവിടെ എത്ര ദിവസം? 40 ദിനരാത്രങ്ങൾ. അവിടെ നിന്ന് പുറത്തു വന്ന ഈശോയെക്കുറിച്ച് വചനം പറയാണ്, യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു വാക്ക് ഇവിടെ ഇപ്പം ചേർക്കപ്പെട്ടു. ഏതാണെന്നറിയാവോ? ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ. ശക്തി, പവർ അല്ലേ? ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഈശോദേ ഗലീലയിലേക്ക് പോയി. തൊട്ടടുത്ത വചനം, അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. അപ്പോൾ ഈശോ ഈ 40 ദിനരാത്രങ്ങൾ നേടിയെടുത്തത് എന്താണ് എന്ന് ചോദിച്ചാൽ വചനം പറയുവാണ്, ദേ ആത്മാവിൻ്റെ ശക്തി അല്ലേ? ആത്മാവിൻ്റെ സ്വർഗത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ഈശോ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. യെസ്, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ദേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഇടയ്ക്കിടയ്ക്ക് സ്വയം പറയേണ്ട കാര്യം, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ഹോളി സ്പിരിറ്റ് വിതിൻ മീ. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോ ഈ കാര്യം? ഏത്? ഈശോ മരുഭൂമിയിൽ വെച്ച് നേടിയെടുത്തത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അതുകൊണ്ടാണ് ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്ത അവസാനത്തെ കാര്യം ഏതാ? അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സ് 8. ഏതാ വചനം? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എന്ത് പ്രാപിക്കും? ശക്തി പ്രാപിക്കും. നമ്മൾ ആ വാക്ക് ശ്രദ്ധിക്കണം, ശക്തി. ഇവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ശക്തി, അതിന് കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഡുനാമിസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഡുനാമിസ്. ആ വാക്ക് കേട്ടിട്ടുണ്ടോ? ഡുനാമിസ്. നമുക്കതിൻ്റെ ചേർത്ത് വെക്കാവുന്നൊരു വാക്കറിയാം. അതേതാണ്? ഡൈനാമിറ്റ് എന്നൊക്കെ പറയത്തില്ല. ഡൈനാമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പാറകളെ അല്ലേ, ശക്തമായ പാറകളെ പോലും തകർക്കുന്ന ഡൈനാമിറ്റ് ശക്തിയെക്കുറിച്ചാണ്. അപ്പം എത്രമേൽ ഉറപ്പുള്ളൊരു കാര്യത്തെപ്പോലും ഈ ഡൈനാമിറ്റ് അല്ലേ, ആ പവർ അത് തകർക്കും. അപ്പം സ്വർഗത്തിൻ്റെ ശക്തിയുടെ പ്രത്യേകത ഒരിക്കലും തകർക്കാൻ പറ്റാത്ത കാര്യത്തെ പോലും തകർക്കുന്ന സ്വർഗത്തിൻ്റെ ശക്തിയാണ്. നമ്മൾ ഈ നാളുകളിൽ ആർജിച്ചെടുക്കുന്നത് ഈ സ്വർഗത്തിൻ്റെ ശക്തിയാണ്. അടുത്തിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞ്, സ്വർഗത്തിൻ്റെ ശക്തി നിന്നിൽ നിറയട്ടെ. സ്വർഗത്തിൻ്റെ ശക്തി നിന്നിൽ നിറയട്ടെ. സ്വർഗത്തിൻ്റെ ശക്തി നിന്നിൽ നിറയട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് നടന്നാൽ മാത്രം പോരാ, മറിച്ച് ഈ ശക്തി നമ്മൾ അനുഭവിക്കണം. ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതാണല്ലോ അല്ലേ? എപ്പോഴാണ്? ഈസ്റ്ററിൻ്റെ അന്ന്. ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള വചനത്തിൽ അത് വായിക്കും. ഇതാ ഈസ്റ്ററിൻ്റെ അന്ന്, ഉയർപ്പിൻ്റെ അന്ന് വൈകുന്നേരം ശിഷ്യന്മാരെ കാണാൻ ഈശോ ചെന്നു. എന്നിട്ട് അവരോർക്ക് സമാധാനം കൊടുത്തിട്ട് 22-ാം തിരുവചനത്തിൽ എന്താ പറയുന്നത്? സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 20 വേഴ്സ് 22, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് ഈശോ കൊടുത്തത് പരിശുദ്ധാത്മാവിനെയാണ്. ഹോളി സ്പിരിറ്റ്, റിസീവ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. എന്നാൽ അവരുടെ സ്വഭാവത്തിൽ അത് വെളിപ്പെട്ടത് എപ്പോഴാ? പന്തക്കുസ്തായ്ക്കാണ്. കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയെങ്കിലും അവർക്ക് അനുഭവിക്കാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചില്ലെന്ന്.
പ്രാർത്ഥിച്ചില്ല. അത് വെളിപ്പെട്ടത് 10 ദിവസം പരിശുദ്ധ അമ്മയോട് കൂടെ ഇരുന്ന് പരിശുദ്ധാത്മാവേ 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 എന്നിങ്ങനെ പ്രാർത്ഥിച്ചാണ് അവർ കൃപ അഭിഷേകം ബലപ്പെട്ടത്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ചിന്തിച്ച്, ഒരുപക്ഷെ ക്രിസ്ത്യാനികളായിട്ടുള്ളവരൊക്കെ പറയും, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയെന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ലെന്ന്. ഈ കിട്ടിയത് നിനക്ക് അനുഭവിക്കണമെങ്കിൽ, അതായത് നിനക്ക് അധികാരം കിട്ടിയിട്ടുണ്ട്, ഈ അധികാരം ഒരു ശക്തിയായി നിനക്ക് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ അതിനു വേണ്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരപ്പൻ വളരെ സങ്കടത്തോടെ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ വീട്ടിൽ എനിക്ക് 3 പിള്ളേരുണ്ട്, ഭാര്യ. അച്ഛാ എനിക്ക് വീട്ടിലൊരു വിലയില്ല. ഞാൻ അപ്പനാണ്, പക്ഷെ ഞാൻ പറഞ്ഞ എൻ്റെ വീട്ടിലുള്ള ആരും ഒന്നും കേൾക്കുകയില്ല. ഞാൻ അപ്പനാണ്, പക്ഷേ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലായി? അപ്പൻ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ അധികാരമുണ്ട്, പക്ഷെ ശക്തിയില്ല. ഇത് രണ്ടും 2 കാര്യങ്ങളാണ്. അധികാരം എന്ന് പറയുന്നത് നിനക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. എന്നാൽ ഈ അധികാരം പ്രയോഗിക്കണമെങ്കിൽ നിനക്ക് എന്ത് വേണം? ശക്തി വേണം. ശക്തി, അത് രണ്ടും 2ആണ്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊരു ലഹള നടക്കുന്നു, ലഹള. അപ്പോൾ ഈ ലഹള പരിഹരിക്കുന്നതിന് വേണ്ടി, അടിച്ചമർത്തുന്നതിന് വേണ്ടി പോലീസ് വന്നു. ഈ പോലീസുകാർ വന്നിട്ട് ഈ ലഹള അവരെ അടിച്ചോൽപ്പിക്കാനൊക്കെ നോക്കുന്നു, പക്ഷെ ഒരു രക്ഷയില്ല. അവസാനം ഒരു തീരുമാനത്തിലേക്ക് ഈ പോലീസുകാർക്ക് മനസ്സിലായി, ഇവരെ വെടിവെച്ച് വെടിവെക്കണം. പക്ഷേ ഈ വെടിവെക്കാൻ ഇവരുടെ കയ്യിൽ തോക്കുണ്ടോ? തോക്കുണ്ട്, പക്ഷേ വെടിവെക്കാനുള്ള അധികാരം ഇവർക്കില്ല. ഇവർക്ക് അധികാരം മുകളിൽ നിന്ന്, ജില്ലാ കളക്ടറിൽ നിന്ന് അധികാരം കിട്ടണം. ജില്ലാ കളക്ടർക്കാണ് അധികാരം കൊടുക്കാനുള്ളത്. അതായത് വെടിവെച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ ജില്ലാ കളക്ടറുടെ കയ്യിൽ തോക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അധികാരമുണ്ട്, ശക്തിയില്ല. ഇവിടെ പാവം പോലീസുകാർക്ക് എന്തുണ്ട്? കയ്യിൽ തോക്കുണ്ട്, പക്ഷെ അധികാരമില്ല. അപ്പോൾ രണ്ടും 2 കാര്യങ്ങളാണ്. ഒരു കുടുംബത്തിൻ്റെ അപ്പൻ, ഒരു കുടുംബത്തിൻ്റെ അമ്മ, അല്ലെങ്കിൽ ഒരു വൈദികനായ ഞാൻ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും ശ്രദ്ധിക്കുക. നിനക്ക് അധികാരവും ശക്തിയും വേണ്ടേ? അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരെന്ന്. ഈശോ കിട്ടിയ അധികാരത്തെ ശക്തിയായി അഭിഷേകത്തിൽ ജ്വലിപ്പിക്കുന്നതിന് വേണ്ടിയാണ് 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ചെലവഴിച്ചത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഉള്ളിലെ ഈ ശക്തി, സ്വർഗത്തിൻ്റെ ശക്തി വെളിപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അധികാരത്തോടും ശക്തിയോടും കൂടെ ചെയ്യാൻ പറ്റൂ. ലൂക്കാസ് വിശേഷം 10-ാം അധ്യായം 19-ാം തിരുവചനം, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഇവിടെ വചനം പറയും, നിനക്ക് അധികാരവുമുണ്ട്, ശക്തിയുണ്ട്. ഈശോ നമുക്ക് നൽകുന്നത് ഈ 2ഉം കൂടെ ചേർന്നൊരു ഗിഫ്റ്റാണ്. അധികാരം മാത്രമല്ല, ഈ അധികാരം ഉപയോഗിക്കുന്നതിനുള്ള ശക്തിയും. അതായത് കളക്ടറുടെ പവറും പോലീസുകാരൻ്റെ കയ്യിലുള്ള ആയുധവും നിൻ്റെ കയ്യിലേക്കുണ്ടെന്ന്. എന്നാൽ ഈ കിട്ടിയിരിക്കുന്നത് നമ്മൾ അനുഭവിക്കണമെങ്കിൽ പൗലോസ്ലിഹ നമ്മളോടൊരു കാര്യം പറയും. തിമോത്തിയോസിന് എഴുതിയ 1-ാം പുസ്തകം 4-ാം അധ്യായം 14-ാം തിരുവചനം, പരിചയമുള്ള വചനമായിരിക്കും. വചനം ഇങ്ങനെയാണ്: പ്രവചനപ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കൈവപ്പ് വഴിയും നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപയെ നീ അവഗണിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? നമുക്കെല്ലാവർക്കും ഈ അധികാരം കിട്ടിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ട്, നമ്മളതിനെ അവഗണിക്കരുത്. ഇത് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ലേഖനഭാഗം തിമോത്തിയോസിൻ്റെ 2-ാം പുസ്തകം 1-ാം അധ്യായം 6-ാം തിരുവചനം, സെൻറ്റ് പോൾസ് ലെറ്റർ ടു തിമത്തി, സെക്കൻഡ് ലെറ്റർ, ചാപ്റ്റർ 1 വേഴ്സ് 6. ഇതാ വചനം പറയാണ്, നിനക്ക് കിട്ടിയ കൃപയെ നീ ഉജ്ജ്വലിപ്പിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? ഉജ്ജ്വലിപ്പിക്കുക, റീകിൻഡിൽ എന്നൊക്കെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല. എന്താ അതിൻ്റെ അർത്ഥം? നിനക്ക് കിട്ടിയ കൃപയെ നീ വീണ്ടും വീണ്ടും ആളിക്കത്തിക്കണം, അല്ലേ? ആളിക്കത്തിക്കണം. ക്രിസ്ത്യാനിയായി എന്ന് കരുതി എല്ലാം കിട്ടി, അധികാരവും ശക്തിയും കിട്ടി എന്ന് വിചാരിക്കരുത്. നമ്മുടെ കുഴപ്പമാതാ, നമുക്കെല്ലാം കിട്ടി, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ തോമസാണ്, ഞാൻ ഫ്രാൻസിസാണ്, ഇതെല്ലാം കിട്ടിയെന്ന് വിചാരിക്കരുത്. മറിച്ച് എന്താ വേണ്ടത്? വചനം പഠിപ്പിക്കുന്ന കാര്യം, നിനക്ക് മാമോദീസായിൽ കിട്ടിയ അധികാരം, ദൈവമകൻ്റെ അധികാരം, ദൈവമകളുടെ അധികാരം, ഇതെന്തിനു വേണം? ഇത്
നിനക്ക് ശക്തിയായി വെളിപ്പെടണമെങ്കിൽ നീ ഒരു അപ്പനാവാം, നീ ഒരു അമ്മയാവാം, നീ ഒരു കുടുംബ ജീവിതത്തിൻ്റെ ഏതെങ്കിലും വഴികളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാവാം. നിന്നിൽ നിനക്കിത് അനുഭവിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി എന്ത് വേണം? വചനം പഠിപ്പിക്കുന്ന കാര്യം, ശക്തി നിനക്ക് വെളിപ്പെടണം. ഈശോ മാമോദീസായിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയെന്നും പറഞ്ഞ് നേരെ ഇതാ പരസ്യ ജീവിതത്തിന് വരികയല്ല ചെയ്തത്. അതിനിടയിൽ ഒരു 40 ദിനരാത്രങ്ങൾ സ്വയം ചിന്തിക്കാൻ, പ്രാർത്ഥിക്കാൻ, ബലപ്പെടാൻ ഈശോ കുറച്ച് ദിനങ്ങൾ മാറ്റിവെച്ചു. അരങ്ങത്തേക്ക് വരുന്നതിന് മുമ്പ് അണിയറയിൽ ഇരുന്നു കൊണ്ട് ചില കാര്യങ്ങൾ ഒരുങ്ങുന്നു. ആ ഒരുക്കം പ്രധാനപ്പെട്ടതാണ്. അണിയറയിലെ ഒരുക്കം, അത് കഴിഞ്ഞിട്ടാണ് അരങ്ങത്തേക്ക് വരുന്നത്. ഈശോ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവജന മധ്യത്തിലേക്ക് വന്നപ്പോൾ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം എന്താ? ആദ്യം തന്നെ ഈശോ പ്രഖ്യാപിച്ചു, ദേ പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്. അങ്ങനെ പറയാൻ ധൈര്യം ഉണ്ടായി. കാരണം 40 ദിനരാത്രങ്ങൾ ഒരുങ്ങി ഈ തിന്മയ്ക്കെതിരെ പോരാടി ആത്മീയ ബലം പ്രാപിച്ചു. ഈ കാലഘട്ടം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പിൻ്റെ കാലഘട്ടം, തപസ്സിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കാനുള്ള കാലഘട്ടമാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുന്നതനുസരിച്ച്, പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നമ്മുടെ മുമ്പിൽ ഈ ശക്തി വെളിപ്പെടാൻ തുടങ്ങും. അധികാരവും ശക്തിയും നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ലൂക്കാ 10:19 നിന്റെ അനുദിന ജീവിത വഴികളിൽ നിനക്ക് തിന്മയ്ക്കെതിരെ ഉപയോഗിക്കാനുള്ള ശക്തമായ ഒരു ആയുധമായ വചനം. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവിന് വേണ്ടി യാചിച്ച് പ്രാർത്ഥിച്ച് ബലം പ്രാപിച്ചിട്ട് വേണം ഈ വചനം ഉപയോഗിക്കാൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തുടർന്ന് പരിശുദ്ധ ആരാധനയിലൊക്കെ പ്രാർത്ഥിക്കും. ഈ ആരാധന സമയത്തൊക്കെ പ്രാർത്ഥന എന്തെന്നറിയോ? കർത്താവേ, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ അധികാരം, ഞാനൊരു വൈദികനാണ്, ഇത് കേൾക്കുന്ന ഓരോരുത്തരും, നിങ്ങളാരും ആയിക്കൊള്ളട്ടെ, നമുക്കൊരു അധികാരം ദൈവം തന്നിട്ടുണ്ട്, അല്ലേ? ഒരു അധികാരമുണ്ട്. ഈ അധികാരം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മുമ്പിലുള്ള മുഖ്യമന്ത്രി സ്ഥാനം, ആഭ്യന്തരമന്ത്രി സ്ഥാനം, ധനകാര്യമന്ത്രിയുടെ സ്ഥാനമൊന്നുമല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, വാർഡ് മെമ്പർ അല്ല, മറിച്ച് നമുക്കുള്ള അധികാരം യോഹന്നാൻ്റെ സുവിശേഷം 1:12 ദൈവമക്കളുടെ അധികാരമാണ്. ഈ അധികാരം ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ജ്വലിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതിയാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. രണ്ട് കരങ്ങളും ഉയർത്തിയൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആരാധന കർത്താവേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന് അങ്ങേ സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, ആരാധന കർത്താവേ, സ്തുതിക്കുന്നു, ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പരിശുദ്ധ അൾത്താരയിൽ നിന്നുള്ള ശക്തി നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ യേശു എനിക്കും നിനക്കും നൽകുന്ന ഏറ്റവും വലിയ മാതൃക, നമ്മുടെ ജീവിതത്തിൻ്റെ ഈ പരിഹാര പ്രവൃത്തികൾ ശത്രുവിൻ്റെ മേൽ വലിയ കൃപ നേടുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ശക്തി നിറയാൻ. ലൂക്കാസ് വിശേഷം 4:1 യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് പോയി. എന്നാൽ ഈ മരുഭൂമിയിൽ നിന്ന് പുറത്തു വന്ന ഈശോ, ലൂക്കാസ് വിശേഷം 4:14 പറയുന്നു, ഇതാ ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ അവൻ ഗലീലയിലേക്ക് പ്രവർത്തിച്ചു. അവൻ്റെ സംഭാഷണ രീതികൾ, അവൻ്റെ ശുശ്രൂഷ ശൈലികളിൽ ഇതാ അത്ഭുതകരമായ വ്യത്യാസം.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ആഗ്രഹിക്കണം, യേശു അനുഭവിച്ച ഈ ദൈവശക്തി എൻ്റെ മേലും പ്രവർത്തിക്കണം. 2 കരങ്ങൾ ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കണം. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഓരോ വ്യക്തിയും ആഗ്രഹിക്കുക, ദൈവത്തിൻ്റെ ശക്തി എൻ്റെ ശരീരത്തിൽ നിറയണം, ദൈവത്തിൻ്റെ ശക്തി എൻ്റെ സംസാരത്തിൽ നിറയണം, ദൈവത്തിൻ്റെ ശക്തി എൻ്റെ പെരുമാറ്റത്തിൽ നിറയണം, ദൈവത്തിൻ്റെ ശക്തി എൻ്റെ ഇടപെടലുകളിൽ നിറയണം, ദൈവത്തിൻ്റെ ശക്തി ഞാൻ എവിടെയെല്ലാം പോകുന്നോ അവിടെയെല്ലാം നിറയണം. 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് നന്നായിട്ടൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേൽ നിറയട്ടെ. റൂഹ, ഒരു അഭിഷേകം, ദൈവശക്തി, ഒരു പുത്തൻ അഭിഷേകം. പരിശുദ്ധാത്മാവെ, ശുശ്രൂഷ സമയത്ത് നിറയപ്പെടാൻ ആഗ്രഹിക്കുന്നു ഓരോ വ്യക്തിയുടെ മേലും നിറയട്ടെ. പുത്തൻ അഭിഷേകം നിറയട്ടെ. എല്ലാവരും ആഗ്രഹിക്കട്ടെ, ആഗ്രഹിക്കട്ടെ. കൈയടിച്ച് പാടാമോ? ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യരുടെ മേൽ, മനുഷ്യർക്കുമേൽ ആവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ. 2 കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവജനത്തിന്റെ മേൽ ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ പെന്തക്കോസ്ത വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. മനസ്സിന്റെ ഭാരം മാറാൻ, പ്രാർത്ഥനാവരം ലഭിക്കാൻ, കെട്ടുകൾ അഴിയപ്പെടാൻ, ബന്ധങ്ങളിൽ വിശുദ്ധീകരണം ലഭിക്കാൻ, സംസാരത്തിൽ വിശുദ്ധി ലഭിക്കാൻ, ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ ഉത്തരം ലഭിക്കാൻ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ആരാധന, 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 ആരാധന. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, എന്റെ മേൽ നിറയണം, അഭിഷേകം നിറയണം. കെട്ടുകൾ അഴിയപ്പെടണം. ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം. കൈയടിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഓ റൂഹായേ, ഓ റൂഹായേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ച് നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വിഷയത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ച് ഉറക്കം കിട്ടാതെ ഭാരപ്പെടുന്നവരുണ്ടല്ലോ, പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ, എനിക്ക് നല്ല ഉറക്കം കിട്ടണം. ഭാരപ്പെടുന്നവർ പ്രാർത്ഥിക്കും. ഒരുപക്ഷെ ആരോടെങ്കിലും വെറുപ്പ്, ക്ഷമിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല, അത്രമേൽ വെറുപ്പ് തോന്നുന്ന ചില സാഹചര്യങ്ങളുണ്ടാവും. പരിശുദ്ധാത്മാവേ, എനിക്ക് സ്നേഹിക്കാനുള്ള വരം വേണം. പരിശുദ്ധാത്മാവേ, എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കൃപ വേണം. പരിശുദ്ധാത്മാവേ, എൻ്റെ മുന്നോട്ടുള്ള വഴികളെ അത്ഭുതകരമായിട്ട് നയിക്കണം. ഓരോരുത്തരും ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ചോദിച്ചു മേടിക്കണം. പരിശുദ്ധാത്മാവ് നിന്നിൽ അത്ഭുതകരമായിട്ട് ഇടപെടുകയാണ്. നിന്റെ ചിന്തകളിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. റൂഹാ എലോഹിം, റൂഹാ എലോഹിം. ഓരോരുത്തരും പറയുക, റൂഹാ എലോഹിം. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ശക്തി എൻ്റെ മേൽ പ്രവർത്തിക്കണമേ. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ വചനത്തിൽ വായിക്കുന്നു. പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. ഇതാ കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം അവർ കേട്ടു. അവരുടെ കണ്ണുകൊണ്ട് കണ്ടു. അവരുടെ മേൽ തീനാവുകൾ വന്നിറങ്ങുന്നത് അവർ കണ്ടു. 4-ാം തിരുവചനം പറയുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവരുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു ദൈവത്തിന്റെ ശക്തി. ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഓരോരുത്തരും സാധിക്കുന്ന എല്ലാവരും ഒന്ന് മുട്ടുകുത്തിക്കേ, കരങ്ങൾ കൂപ്പി ആശീർവാദം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ, നിന്റെ ശക്തി എന്നും അനുഭവിക്കാൻ കൃപ വേണം. കണ്ണുകൊണ്ട് കാണാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. റൂഹായേ, റൂഹായേ, എന്നിൽ നിറയണമേ. റൂഹായേ, റൂഹായേ, എന്നിൽ നിറയണമേ.
റൂഹായേ 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 എന്നിൽ നിറയണമേ റൂഹായേ റൂഹായേ എന്നിൽ നിറയണമേ റൂഹായേ റൂഹായേ എന്നിൽ നിറയണമേ റൂഹായേ 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 എന്നിൽ നിറയണമേ.